മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഗുഡ്നെസ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാകുന്ന പ്രഭാത വിരുന്ന് എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു പ്രഭാതം കൂടി ദൈവം തന്നിരിക്കുന്നു. ഒരു പ്രഭാതം കൂടി ജീവിക്കാനും പ്രവർത്തിക്കാനും തന്നുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്ന കർത്താവിന് മുമ്പിൽ നന്ദിയോടുകൂടി നമുക്ക് നിൽക്കാം. ഓരോ പ്രഭാതത്തിലും അങ്ങേ കാരുണ്യം ഞങ്ങൾ പ്രകീർത്തിക്കും. ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായതുകൊണ്ട് ഓരോ പ്രഭാതത്തിലും അവൻ നമ്മളെ അനുഗ്രഹിക്കും. സന്ധ്യാകാലം വരെ അവൻ നമ്മുടെ വിശ്വസ്തനായിരിക്കുകയും ചെയ്യും. അങ്ങനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ ദിവസത്തെ ദൈവകരങ്ങളിലേക്ക് തിരികെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഈ ദിവസത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ സ്വീകരിക്കാം. ഇത് നമുക്കൊരു നല്ല ദിവസമാവട്ടെ. അവൻ്റെ വചനങ്ങളുടെ മുമ്പിൽ ഇരുന്ന് അവൻ്റെ കുരിശിൻ്റെ ചൈതന്യം സ്വന്തമാക്കാൻ നമുക്ക് ഈ പ്രഭാതം കാരണമായി ഭവിക്കട്ടെ. നമ്മുടെ ഈ പ്രഭാതത്തെ, ഈ ദിവസത്തെ മുഴുവനും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ കർത്താവിന് സമർപ്പിക്കാൻ കാരണം ഈ ശുശ്രൂഷയുടെ മധ്യസ്ഥ പരിശുദ്ധ അമ്മയാണല്ലോ. അമ്മയോട് ചേർന്ന് നമുക്ക് ഈ ദിവസത്തെ പ്രത്യേകമായി കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് നമ്മുടെ കുടുംബങ്ങളെ, നമ്മളായിരിക്കുന്ന അവസ്ഥയെ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഒരു നല്ല നിയോഗം നമുക്കിന്ന് വയ്ക്കാം. നമ്മുടെയൊക്കെ നാട്ടിൽ കുറേ ആളുകൾ സ്ഥിരം മദ്യപാനികളായി ജീവിക്കുന്നവരുണ്ട്. വിട്ടുമാറണമെന്ന് താല്പര്യം ഉള്ളവരുമുണ്ട്, അതിന് മനസ്സില്ലാത്തവരുമുണ്ട്. അങ്ങനെയുള്ളവരുടെ ആ ജീവിതത്തെ നമുക്ക് പ്രത്യേകം ഇന്ന് ഈ ശുശ്രൂഷയുടെ ഒരു നിയോഗം പോലെ സമർപ്പിച്ചുകൊണ്ട് അവർക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ കുറിവെടുക്കാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിച്ച് കാത്തിരിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. വചനമായിട്ട് നമ്മൾ ഇന്ന് എടുക്കുന്നത്, കണ്ടെത്തിയിരിക്കുന്നത് ഫിലിപ്പിയ ലേഖനത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 8 മുതലുള്ള വചനങ്ങളാണ്. എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലം നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയും ചെയ്യുന്നു. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടി ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയാണ്. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ അനുഭവം, തൻ്റെ ഒരു ജീവിത ദർശനമാണ് നമ്മളുമായിട്ട് പങ്കുവയ്ക്കുക. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനുത്തരം അദ്ദേഹം പറയും, അത് ക്രിസ്തുവിനെ പ്രതിയാണ്. അവനെ പ്രതി ഞാൻ പലതും നഷ്ടമാക്കി എന്ന് പറയുന്ന പത്രോസിന് ഒരുപാട് കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ നിന്ന് ചികഞ്ഞെടുക്കാനുണ്ട്. അദ്ദേഹം പറയും, ഞാൻ അത്ര കുറഞ്ഞവനൊന്നുമല്ല. 15-ാമത്തെ അധ്യായം 1 കൊരിന്ത്യർ, ഞാൻ അത്ര കുറഞ്ഞവനൊന്നുമല്ല. ഞാൻ ഹെബ്രായനാണ്,
ഞാനൊരു ഫരിസേയനാണ്, ഞാൻ ഗമാലിയേൽ ഗുരുവിൻ്റെ പാദങ്ങളിലിരുന്ന് യവനതത്വ ശാസ്ത്രം വരെ പഠിച്ചവനാണ്. അങ്ങനെയുണ്ട് പത്രോസിൻ്റെ പഴയ ഗമയുള്ള ജീവിതത്തെ കണ്ടുകൊണ്ട് അദ്ദേഹം പറയും, ഇവയെല്ലാം ഞാൻ എൻ്റെ നാഥനായ ക്രിസ്തുവിനെ പ്രതി നഷ്ടമായിട്ട് കണക്കാക്കി. ലാഭ നഷ്ടങ്ങളുടെ കണക്ക് നോക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. എനിക്ക് എന്ത് കിട്ടും എന്നുള്ളതല്ലേ എല്ലാവരുടെയും ചിന്ത. ഇത് നമ്മൾ അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഞങ്ങൾ സർവ്വം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും? ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിൻ്റെ പിറകിൽ പോലും എന്ത് കിട്ടുമെന്ന് ചിന്തിച്ചിരുന്ന അപ്പസ്തോലന്മാരെ നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് അവർക്ക് ശരിയായ മാർഗനിർദ്ദേശവും പാഠവും പിന്നീട് പകർന്നു കൊടുത്തു. തൻ്റെ ജീവിതമാതൃകയുടെ മാത്രമല്ല, തൻ്റെ പഠനങ്ങളിലൂടെയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് നമ്മൾ നമ്മുടെ സമൂഹ ജീവിതത്തിലേക്ക്, കുടുംബജീവിതത്തിലേക്കൊക്കെ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. സൗകര്യങ്ങൾ ആഡംബരങ്ങൾക്ക് വഴിമാറുകയാണ്. പണ്ട് സൗകര്യങ്ങൾ വളരെ കുറവുണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ. ഇന്ന് ആ സൗകര്യങ്ങൾക്ക് പകരം ആഡംബരങ്ങൾ കയറി വരികയാണ്. എല്ലാ കാര്യത്തിലും നിങ്ങൾ ഞാനുമൊക്കെ അത് ചെയ്യുന്നവരും ഒരു പരിധിവരെ അനുഭവിക്കുന്നവരുമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു പഴയ കാലത്തെക്കുറിച്ചൊക്കെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. എൻ്റെ മുമ്പിലിരിക്കുന്ന പലരും പഴയ തലമുറയിൽപ്പെട്ടവരുണ്ടാകാൻ സാധ്യതയില്ലേ? ദൈവം എന്തുമാത്രം അനുഗ്രഹങ്ങൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് വർഷിച്ചിട്ടുണ്ട് എന്ന് ഇങ്ങനെ പുറകോട്ട് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ പലതും നമുക്ക് ആവശ്യമില്ലാത്തതാണ് എന്ന് നമ്മൾ തിരിച്ചറിയാൻ നമ്മളെ കൊണ്ട് പാകും. ഒരു 1945 എന്ന് പറഞ്ഞാൽ 2ാം ലോകമഹായുദ്ധം കഴിഞ്ഞ ഒരു കാലമുണ്ടല്ലോ. കൂടുതൽ പഞ്ഞവും പട്ടിണിയും, സാധനങ്ങളൊന്നും ലഭിക്കാനില്ല, പല രാഷ്ട്രങ്ങളും പട്ടിണിയിലും പരിവട്ടത്തിലും കഴിയുന്നൊരു കാലം. നമ്മൾ ഈ ഭാരതീയരും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു, നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു കാലത്ത് മുതിർന്ന തലമുറക്കാരെന്താ ചെയ്തത്? അവർ താമസിച്ചിരുന്ന സുഖപരമായ അന്തരീക്ഷം വിട്ടിട്ട് അവർ കുടിയേറ്റങ്ങളിലേക്ക് പോയി. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ തന്നെയാണെങ്കിലും ഒരുപക്ഷെ ഇത് ശ്രമിക്കുന്നവർ പലരും അങ്ങനെ കുടിയേറി പോയിട്ടുള്ളവരാണ് എന്ന് ഓർക്കാൻ കഴിയും. അപ്പോൾ മലബാറിലേക്ക്, അല്ലെങ്കിൽ വയനാട്ടിലേക്ക്, അല്ലെങ്കിൽ ഹൈറേഞ്ചിലേക്ക്, കർണാടകയിലേക്ക് ഇങ്ങനെ നടത്തിയ കുടിയേറ്റങ്ങൾ അന്ന് അങ്ങനെയായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് അവർ പോയത്. ഈ മലബാർ എക്സ്പ്രസ് എന്ന് പറയുന്നൊരു ട്രെയിൻ നമുക്കില്ലേ, എന്തുമാത്രം ആളുകളെ ആ ട്രെയിന് വടക്കൻ മലബാറിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതൊരു ചിന്തിക്കേണ്ട കാര്യമാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞ തലമുറകളൊക്കെ എന്തുമാത്രം ത്യാഗം സഹിച്ചു. ആ ത്യാഗം സഹിച്ചത് അവർക്ക് വേണ്ടിയല്ല, അവർ നോക്കിയപ്പോൾ തലമുറകളുണ്ട്. അന്നൊക്കെ മക്കളുടെ എണ്ണമൊക്കെ അല്പം കൂടുതലുള്ളൊരു കാലത്ത് 8 10 ഒക്കെ മക്കളൊക്കെ ഒരു കുടുംബത്തിലുണ്ടാകും. അപ്പനും അമ്മയും കൂടെ ആലോചിച്ച് നോക്കിയപ്പോൾ ഇപ്പോഴുള്ള സമ്പത്ത് കൊണ്ടൊന്നും ഇവരുടെ ഭാവി സുരക്ഷിതമാവില്ല എന്ന് ബോധ്യമായതുകൊണ്ട് ഉണ്ടായിരുന്ന സൗകര്യങ്ങളും സമ്പത്തുമൊക്കെ ഒരു പരിധിവരെ ഉപേക്ഷിച്ചിട്ട് കിട്ടിയ വിലയ്ക്ക് സ്ഥലമൊക്കെ വിറ്റിട്ട് പണവും കൈപ്പിടിച്ച് ഈ കുടിയേറ്റങ്ങളൊക്കെ നടത്തിയ, ത്യാഗത്തിൻ്റെ വഴികളിൽ ജീവിച്ച അവരുടെ ബലികുടീരങ്ങളെയൊക്കെ നമുക്ക് വാഴ്ത്തിപ്പടയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, കുറേ കൂടി സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചു വന്നു. സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള തീവ്രമായ അഭിലാഷത്തിൻ്റെ പേരിൽ എത്രയോ ആളുകൾ, അതും പുരുഷപ്രജ ആണുങ്ങളാണ്, ഒരുപാട് പേര് ഗൾഫ് കൺട്രീസിലേക്കൊക്കെ പോയി സ്വന്തം കുടുംബത്തെയും മക്കളെയൊക്കെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് അവിടെ പോയി ആ മണലാരണ്യങ്ങളിലൊക്കെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കുടുംബത്തിന് സുസ്ഥിതി ഉണ്ടാക്കാൻ വേണ്ടി അവർ നടത്തിയ ത്യാഗങ്ങൾ, സഹനങ്ങൾ, അതും നമ്മുടെ മനസ്സിൽ നമ്മൾ കാണുന്നതാണ്. ഇന്ന് അതും മാറിയിട്ട് നമുക്കറിയാം, നമ്മുടെയൊക്കെ കുടുംബങ്ങളുടെ തലമുറകളൊക്കെ അന്യരാജ്യങ്ങളിലൊക്കെ പോയി ചേക്കേറുകയാണ്. എന്തിനാണ്? കൂടുതൽ നേട്ടങ്ങളുണ്ടാകണം, കൂടുതൽ ലാഭമുണ്ടാകണം, മെച്ചപ്പെട്ട സൗകര്യങ്ങളുണ്ടാകണം. സുഖസൗകര്യങ്ങൾ കൂടുതൽ ഉണ്ടായാലേ ജീവിതത്തിന് എന്തെങ്കിലും നന്മയുണ്ടാകുമെന്ന് ചിന്തിക്കുന്ന ആളുകൾ തമ്പുരാൻ്റെ വഴികളെ വിട്ടിട്ട് പോലും ചിലരൊക്കെ അങ്ങനെയൊക്കെ പോകുന്നവരൊക്കെ ഉണ്ട്, നമുക്കറിയാം. അല്ല, നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ദാഹം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൽ നമുക്ക് എല്ലാ ദിശകളിലും കാണാൻ സാധിക്കുന്നു എന്നറിയുകയാണ്. അപ്പോൾ നമുക്കറിയാം, അങ്ങനെയുള്ള നഷ്ടപ്പെടുത്തിയ ജീവിതത്തിൻ്റെ കഥകളൊക്കെ ഒരുപാട് നമ്മുടെ പഴയ ചരിത്രങ്ങളിലൊക്കെ ഉണ്ട്. ജീവിതത്തിൽ നോ പറയാൻ പഠിക്കുക, നോ നോ എന്ന് പറയാൻ പഠിക്കുക, പലതും വേണ്ട എന്ന് വെക്കാൻ പഠിക്കുക, പലതും ഉപേക്ഷിക്കാൻ പഠിക്കുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിന്, ജീവിതത്തിൻ്റെ നന്മയ്ക്ക്, ജീവിതത്തിൻ്റെ വിശുദ്ധിക്ക് ആവശ്യമുള്ള കാര്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മുമ്പേ പോയ ആളുകൾ, മുൻപേ പറക്കുന്ന പക്ഷി എന്ന് പറഞ്ഞ് രാധാകൃഷ്ണൻ സാറിൻ്റെ ഒരു നോവലുണ്ട്. മുൻപേ പറക്കുന്ന പക്ഷികളായി ജീവിച്ച ആളുകൾ
നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നടത്തിയ ത്യാഗത്തിൻ്റെ യാത്രകളും ചെയ്തു വെച്ച കാര്യങ്ങളുടെ കഥകളുമൊക്കെ നമുക്കൊരു പ്രചോദനമായി തീരുകയാണ്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെ നോ പറയാൻ പഠിക്കുന്ന ഒന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പലതിനോടും നമുക്ക് നോ പറയേണ്ടതായിട്ടുണ്ട് എന്ന് നമ്മൾ ഓർക്കുമ്പോൾ ക്രിസ്തീയ ജീവിതം മുഴുവൻ ഒരു കണക്കിന് പറഞ്ഞാൽ ഈ നോ പറയുന്നതിലൂടെ ഉണ്ടാകുന്നതാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നമ്മൾ തിരുവചനത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പത്രോസ് അപ്പസ്തോലനും കൂട്ടുകാരും കൂടി കർത്താവിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചർച്ചയാണ് ഗുരുവും ശിഷ്യന്മാരും. അന്നേരം പറഞ്ഞ് ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചതിൻ്റെ പിന്നാലെ വരുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും? മത്തായിയുടെ സുവിശേഷം 16 നമുക്ക് എടുക്കാം. അപ്പോൾ ഉത്തരത്തിൽ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്ന തരത്തിലുള്ള ഈ ശരിയാവേല, നിങ്ങൾക്ക് പലതും റാഡിക്കലായിട്ട് തെറ്റിക്കാനുണ്ട്. എൻ്റെ നാമത്തെ പ്രതി മാതാപിതാക്കളെ, സഹോദരങ്ങളെ, മക്കളെ, ജീവിത പങ്കാളിയെ, സമ്പത്തിനെ, സ്ഥാനമാനങ്ങളെ ഒക്കെ ത്യജിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ 100 ഇരട്ടി കിട്ടുകയുള്ളൂ. ഒപ്പം പീഡനങ്ങളും, അത് മർക്കോസാ ചേർത്ത് വെച്ചിരിക്കുക, ഒപ്പം പീഡനങ്ങളും എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് പലതിനോടും നോ പറയാം, പലതും വേണ്ട എന്ന് വെക്കാൻ കഴിയുന്ന ഒരു ജീവിതം നമുക്കുണ്ട്, നമ്മൾ തിരിച്ചറിയുക. അങ്ങനെയുള്ള ജീവിതങ്ങളാണ് ഒരു കൂട്ടരിൽ ഈ ആദർശം പ്രബലപ്പെടുമ്പോൾ വേറൊരു കൂട്ടർ അതിൻ്റെ ഗുണം അനുഭവിക്കുകയാണ്. അപ്പനും അമ്മയും ത്യാഗങ്ങൾ സഹിക്കുമ്പോൾ മക്കൾ അതിൻ്റെ ഫലം അനുഭവിച്ച് ഉയർച്ചയിലേക്ക്, സാമ്പത്തികമായ ഉന്നതിയിലേക്ക്, അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങളിലേക്കൊക്കെ വളരുന്നു എന്ന് നമുക്കറിയാം. നമുക്കിവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് എല്ലായിടത്തുമുണ്ട്. കൂടുതൽ സുഖങ്ങൾ, കൂടുതൽ സൗകര്യങ്ങൾ ഒക്കെ നേടി ജീവിക്കണം എന്നുള്ള താല്പര്യം എല്ലാ ജനങ്ങളുടെ ഇടയിലുമുണ്ട്. ബുദ്ധൻ ദുഃഖങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞെന്നറിയാമോ? ആഗ്രഹങ്ങളാണ് മനുഷ്യന് ദുഃഖമുണ്ടാക്കുക, അതുകൊണ്ട് ആഗ്രഹങ്ങളെ ഇല്ലാതാക്കുക. അതുപോലെ നമ്മൾ ഹൈന്ദവ ജീവിത വ്യവസ്ഥയിലേക്ക് കടന്നു വരുമ്പം ബ്രഹ്മജ്ഞാനം നേടി ജീവിച്ചു പോകുന്ന ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം മുതലായ പടികളിലൂടെ കടന്നു പോകുന്ന ആളുകളൊക്കെ അവസാനം ദൈവത്തിൽ എത്തിച്ചേരുകയാണെന്നാണ് പറയുക. അവരങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണും ഭഗവത്ഗീതയെ പോലുള്ള ഗ്രന്ഥങ്ങളിൽ അതിനകത്ത് ഈ ത്യാഗത്തിൻ്റെ കഥകളൊക്കെ ധാരാളമൊക്കെ ഉണ്ട്. എന്ന് അതെല്ലാം അവസാനത്തിൽ നമ്മൾ പറയുന്നില്ല. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മോട് പറയുന്നത് തിമോത്തി 3:16 നമ്മുടെ മതവിശ്വാസം ശ്രേഷ്ഠമാകുന്നുവെന്ന്. മറ്റുള്ളത് മോശമാണെന്ന് നമ്മൾ പറയാൻ ധൈര്യപ്പെടേണ്ട, പറയുകയും വേണ്ട. നമുക്ക് നമ്മുടെ മതവിശ്വാസം ശ്രേഷ്ഠമാണെന്നൊരു ബോധ്യമുണ്ടായാൽ നമുക്ക് നൽകപ്പെടുന്ന പാഠങ്ങളിലൂടെ, നമുക്ക് നൽകപ്പെടുന്ന വചനങ്ങളിലൂടെ, നമുക്ക് നമ്മുടെ മുമ്പിൽ കണ്ടെത്താൻ കഴിയുന്ന വിശുദ്ധരുടെ ജീവിത മാതൃകകളിലൂടെയൊക്കെ നമുക്ക് ഈ ത്യാഗത്തിൻ്റെ കഥകൾ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. നമ്മൾ ചെറുതേ ഒന്ന് ഓർത്ത് നോക്കി, നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മുടെ മാതാപിതാക്കന്മാരൊക്കെ പഠിപ്പിച്ചെന്ന വേദപാഠം എങ്ങനെയുള്ളതായിരുന്നു? പലതിനു വേണ്ടി വാശി പിടിച്ച് നടന്ന കുഞ്ഞുങ്ങളോട് അന്ന് പറഞ്ഞു, മക്കളെ ഈ വാശി പിടിച്ച് ജീവിക്കുന്നതല്ല തമ്പുരാൻ്റെ ജീവിതമെന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ഞാനൊക്കെ അങ്ങനെയൊക്കെ ഓർക്കുന്നുണ്ട്. കുട്ടിക്കാലങ്ങളിൽ വേദപാഠ ക്ലാസ്സുകളിൽ പഠിച്ച ചില പാഠങ്ങളൊക്കെ, ആ ചില കഥകളൊക്കെ, അവർ പറഞ്ഞു തന്ന നല്ല നല്ല ജീവിത മാതൃകകളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിന് വഴികാട്ടിയായിട്ടൊക്കെ മാറിയിട്ടില്ലേ? ഉണ്ട്. ആ പഴയ വേദപാഠ കഥകളൊക്കെ നമുക്ക് വീണ്ടും നമ്മുടെ ജീവിതത്തിൻ്റെ പഠന വിഷയമാക്കി മാറ്റേണ്ടതായിട്ടുണ്ട് എന്ന് നമ്മൾ ഓർക്കുക. ഉദാഹരണത്തിന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ചെറിയ ത്യാഗം അനുഷ്ഠിക്കുക. ഒന്ന് കോപിക്കാൻ തോന്നുമ്പം കോപിക്കാതിരിക്കുക, കോപത്തോട് നോ പറയുക. സ്വാർത്ഥപരമായിട്ട് പ്രവർത്തിക്കാൻ തോന്നുമ്പോൾ അത് വേണ്ട എന്ന് വെക്കുക. അങ്ങനെ ആരും അറിയാത്ത ത്യാഗങ്ങളിലൂടെ വളരുന്ന ഒരു ക്രൈസ്തവത്തിൻ്റെ പാഠങ്ങളൊക്കെ നമ്മുടെയൊക്കെ മനസ്സിൽ കിടപ്പില്ലേ? ഇതൊക്കെയാണ് നമുക്ക് വിലപ്പെട്ടതായിട്ട് നമുക്ക് കാണേണ്ടതായിട്ടുള്ളതെന്ന് ഓർക്കുന്നു. അപ്പോൾ ഉപേക്ഷിക്കാൻ പഠിക്കുക, പലതും വേണ്ട എന്ന് വെക്കുവാൻ പഠിക്കുക, പലതിനോടും നോ പറയാനുള്ള ആത്മകരുത്ത് സമ്പാദിക്കുക. ഇതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽപ്പെടുന്ന കാര്യങ്ങളാണ്. വേണ്ട എന്ന് വെക്കാനും ഉപേക്ഷിക്കാനും ത്യാഗങ്ങൾ സഹിക്കാനും കുരിശുകളെടുക്കാനും നന്മ ചെയ്യാനും ഒക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചിന്തയ്ക്ക് വിധേയപ്പെടുമ്പോൾ പലതിനോടും നമ്മുടെ സ്വാർത്ഥതയോട്, സ്വാർത്ഥ ചിന്തകളോട്, താല്പര്യങ്ങളോട്, സുഖസൗകര്യങ്ങളോടൊക്കെ നോ പറയേണ്ട ഒരു ആവശ്യകത തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിലുണ്ടാകും. ഈ നോ പറച്ചിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയുടെ വഴികളിൽ നമ്മളെ കൊള്ളാവുന്നവരാക്കി മാറ്റുക, നമ്മുടെ കൂടെയുള്ളവർക്ക് ഒരു മാതൃകയാക്കി മാറ്റുക. നമുക്കതുകൊണ്ട് തമ്പുരാൻ്റെ വഴികളിലേക്ക് കടക്കുന്ന ഈ ജീവിതത്തിൽ നോ പറയാൻ ധാരാളം അവസരങ്ങളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ആ തിരിച്ചറിവ് നമ്മളെ കൂടുതൽ വിലയുള്ള വ്യക്തികളാക്കി, മാതൃകാപരമായ ജീവിതം നയിക്കുന്ന വ്യക്തികളാക്കി മാറ്റും എന്നുള്ള കാര്യം തീർച്ചയാണ്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 21:1 വായിക്കുന്ന പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥിക്കാനാണ് പറയുക.
പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. പലപ്പോഴും പഴയ പാപങ്ങളെ നമ്മൾ അവഗണിച്ചിട്ടേ ഉള്ളൂ. അല്ല, പഴയ പാപങ്ങളിൽ നിന്ന് ഉള്ള മോചനത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നമുക്ക് അല്പസമയം കണ്ണുകളൊക്കെ അടച്ച് തമ്പുരാനെ അങ്ങയുടെ മുമ്പിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കൂടുതൽ ശക്തി പ്രദാനം ചെയ്യണമെന്ന് നമുക്ക് അപേക്ഷിക്കാം. നമുക്കൊരുപാട് കാര്യങ്ങളിൽ ത്യാഗങ്ങൾ ഏറ്റെടുക്കാനുണ്ട്. ത്യാഗം, സ്നേഹം, സഹനം സമം ക്രിസ്തു എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാകാം. ത്യാഗത്തിലൂടെ, സഹനത്തിലൂടെ, സ്നേഹത്തിലൂടെ ക്രിസ്തുവിലേക്ക് വളരുക. നമുക്കൊരു നിമിഷം കണ്ണുകളൊക്കെ അടച്ച് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്ന് കണക്കിലെടുത്ത വചനങ്ങളെ അതിൻ്റെ ചൈതന്യത്തിന് മുമ്പിൽ വെച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടണമെന്നുള്ള സാർത്ഥതയുടെ വഴികളിൽ നിന്നൊക്കെ വിട്ടിട്ട് കുറേ ത്യാഗവും സഹനവും ഒക്കെ ഏറ്റെടുക്കാൻ, പലതും വേണ്ട എന്ന് വയ്ക്കുവാൻ, അതിലൂടെ തിന്മകളിൽ നിന്നൊക്കെ മോചിതരായി ജീവിക്കാൻ കൃപ ലഭിക്കുന്നതിന് നമുക്ക് ദൈവത്തോട്, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, എല്ലാം തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന അങ്ങയെ മുമ്പിൽ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ, അങ്ങേക്ക് ഒന്നാം സ്ഥാനം നൽകിക്കൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പലതും ഉപേക്ഷിക്കാൻ ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുവേ, നീ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് നൽകിയ വലിയ മാതൃക, ദൈവമായിരുന്നിട്ടും ദൈവത്തിന് സമനായിരുന്നിട്ടും എല്ലാം ത്യജിച്ച് ഞങ്ങളുടെയൊക്കെ ഒപ്പം ഞങ്ങളെപ്പോലെ ജീവിച്ച് ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് വലിയ മാതൃകയായി തന്ന അങ്ങയുടെ ത്യാഗത്തിൻ്റെ കഥ ഞങ്ങൾ ഓർക്കുന്നു. ത്യാഗത്തിന് ചൈതന്യം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, ദൈവമല്ലാത്തതിനെയെല്ലാം തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടെ കൈക്കൊള്ളുവാനും ഉൾക്കൊള്ളുവാനും ജീവിക്കുവാനും വലിയ ആത്മീയ ശക്തി കൊണ്ട് ഞങ്ങൾ നിറച്ച് ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നത് കേട്ട് കരുണാപൂർവ്വം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. സഹോദരങ്ങളെ, നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഒരു ജന്മം മുഴുവൻ, ജീവിതം മുഴുവൻ കർത്താവിന് വേണ്ടി പൂർണ്ണമായിട്ട് ത്യജിച്ച് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയോട് സഹകരിച്ച് ജീവിച്ച അമ്മയുടെ മാതൃക നമ്മളെ സഹായിക്കട്ടെ. അതുപോലെ ഒരു കുടുംബത്തിന് വേണ്ടി, ദൈവിക കുടുംബത്തിന് വേണ്ടിയിട്ട് തൻ്റെ എല്ലാം സമർപ്പിച്ച് ത്യാഗം സഹിച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിച്ച വിശുദ്ധ യോസേപ്പിനെ നമുക്ക് ഓർമ്മിക്കാം. അദ്ദേഹത്തിൻ്റെ മാതൃകയും നമ്മളെ സഹായിക്കുമാറാകട്ടെ. സ്വർഗീയ മാലാഖമാരുടെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വഴിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ത്യാഗങ്ങളും സഹനങ്ങളും ഹൃദയപൂർവ്വം ഏറ്റെടുത്ത് ത്യാഗത്തിൻ്റെ വഴികളിൽ വിശുദ്ധി കണ്ടെത്തിയ നമ്മുടെ സ്വർഗീയ മധ്യസ്ഥരായ വിശുദ്ധരെ നമുക്ക് പ്രത്യേകമായിട്ട് അനുസ്മരിക്കാം. നമ്മുടെ പേരിൻ്റെ കാരണഭൂതനായ വിശുദ്ധയോ നമുക്ക് ഈ സമയം നമ്മുടെ മനസ്സുകളിൽ പ്രത്യേകമായിട്ട് ഓർക്കാം. അതുപോലെ മരിയ കൂടാരങ്ങളിൽ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെയൊക്കെ നമുക്ക് കർത്താവിൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ച് അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കാം. നമ്മുടെ ജീവിതങ്ങൾക്ക് മാതൃകയും ശക്തിയുമായി നിൽക്കുന്ന നമ്മുടെ സ്വർഗീയ മധ്യസ്ഥരെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർത്ത് അവർക്ക് വേണ്ടി അവരോടും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങൾക്ക് അവർ എന്നും മാതൃകയായി തീർന്നവരാണെന്ന് നമുക്ക് ഓർത്തുകൊണ്ട് നമുക്ക് അവരെ നമ്മുടെ മുമ്പിൽ വെച്ച്, പ്രത്യേകിച്ച് നമ്മുടെ നാമത്തിന്, നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ കൃപ നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും, പ്രത്യേകിച്ച് ഓരോരോ തിന്മയുടെ വഴികളിൽ ജീവിക്കുന്ന എല്ലാവരിലേക്കും ദൈവത്തിൻ്റെ അനുഗ്രഹവും ശക്തിയും പരിശുദ്ധാത്മകളും നിറയുന്നതിന് വേണ്ടി നമുക്ക് ത്രിയേക ദൈവത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ നമുക്ക് ആ കൃപയ്ക്ക് വേണ്ടി കണ്ണുകളടച്ച് കരങ്ങൾക്ക് നിൽക്കാം.
അറിയാതെ എൻ മനം കരഞ്ഞു പോയി. തിരുവോസ്തിയാദ്യമായി നാവിൽ തൊട്ടപ്പോൾ അറിയാതെ എൻ മനം കരഞ്ഞു പോയി. ഒരുപാടു നാളായ എന്നുടെ ആഗ്രഹം സഫലീകരിച്ചൊരു പുണ്യനേരം. ഒരുപാടു നാളായ എന്നുടെ ആഗ്രഹം സഫലീകരിച്ചൊരു പുണ്യനേരം. തിരുവോസ്തിയാദ്യമായി നാവിൽ തൊട്ടപ്പോൾ അറിയാതെ എൻ മനം കരഞ്ഞു പോയി. ഈശോയേ, ഈശോയേ, എന്നിൽ നീ വന്നിടണേ, എന്നിൽ നീ വന്നിടണേ, എന്റേതായി തീർന്നിടണേ. എന്നും ഞാൻ കൊതിയോടെ ഉറ്റുനോക്കിയിടുന്ന തിരുവോസ്തിയൻ ചാരയെത്തിടുമ്പോൾ, എന്നും ഞാൻ കൊതിയോടെ ഉറ്റുനോക്കിയിടുന്ന തിരുവോസ്തിയൻ ചാരയെത്തിടുമ്പോൾ, 1000 ചുംബനം നിനക്കേകി ഞാനന്ന് എല്ലാം മറന്നു ഞാൻ നിന്നുപോയി. 1000 ചുംബനം നിനക്കേകി ഞാനന്ന് എല്ലാം മറന്നു ഞാൻ നിന്നുപോയി. തിരുവോസ്തിയാദ്യമായി നാവിൽ തൊട്ടപ്പോൾ അറിയാതെ എൻ മനം കരഞ്ഞു പോയി. ഈശോയേ, ഈശോയേ, എന്നിൽ നീ വന്നിടണേ, എന്നിൽ നീ വന്നിടണേ, എന്റേതായി തീർന്നിടണേ. പാപത്തിൻ കറകളിൽ വീഴാതെ ഞങ്ങളെ തിരുവോസ്തിരൂപനി കാത്തിടണേ. പാപത്തിൻ കറകളിൽ വീഴാതെ ഞങ്ങളെ തിരുവോസ്തിരൂപനി കാത്തിടണേ. എല്ലാം മറന്നൊന്ന് അങ്ങയെ സ്നേഹിക്കാൻ പ്രാപ്തരാക്കിയിടണേ നീ ഞങ്ങളെ. എല്ലാം മറന്നൊന്ന് അങ്ങയെ സ്നേഹിക്കാൻ പ്രാപ്തരാക്കിയിടണേ നീ ഞങ്ങളെ. തിരുവോസ്തിയാദ്യമായി നാവിൽ തൊട്ടപ്പോൾ അറിയാതെ എൻ മനം കരഞ്ഞു പോയി. ഒരുപാടു നാളായ എന്നുടെ ആഗ്രഹം സഫലീകരിച്ചൊരു പുണ്യനേരം. തിരുവോസ്തിയാദ്യമായി നാവിൽ തൊട്ടപ്പോൾ അറിയാതെ എൻ മനം കരഞ്ഞു പോയി. ഈശോയേ, ഈശോയേ, എന്നിൽ നീ വന്നിടണേ, എന്നിൽ നീ വന്നിടണേ,
നമുക്ക് കർത്താവിൻ്റെ ആശീർവാദത്തിനു വേണ്ടി ശിരസ്സുകൾ നമിച്ചിരിക്കാം. പരിശുദ്ധ മാർപ്പാപ്പായോടും എല്ലാ മെത്രാന്മാരോടും വൈദിക ഗണത്തോടും സന്യസ്തരോടും ആത്മായ പ്രേക്ഷിതരോടും ഈ സമയം നമ്മളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും ചേർന്നുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം. കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും കർത്താവിൻ്റെ രക്ഷയുടെ ശക്തിയും കൃപയും പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളും നമ്മളെല്ലാവരും നിറഞ്ഞിടയാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ വഴികളിലിരുന്ന് നോ പറയാൻ പഠിച്ച ഒരു ദിവസമാണ്. അതുകൊണ്ട് ഇന്ന് തമ്പുരാൻ്റെ വഴികൾക്കപ്പുറം നമ്മളെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടായാൽ അതിന് ശക്തിയുടെ നോ പറയാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിങ്ങളെല്ലാവരും നിറയട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ഇതിന് നിങ്ങൾക്കെല്ലാവർക്കും ഒരു ശുഭദിനമായിരിക്കട്ടെ. കർത്താവിൻ്റെ കരുണയും കൃപയും നിങ്ങൾ നിറയാനിടയാകുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.